സ്നേഹമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ശങ്കരാടിൽ മുരളി. ഇന്നീ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗുളികൻ എന്ന അതിഭയങ്കര ഗ്രഹത്തെക്കുറിച്ചാണ്. നവഗ്രഹങ്ങൾ 9 പക്ഷെ 10ാമതൊരാളുണ്ട്, അത് ഗുളികനാണ്. ഗുളികനെ നമ്മൾ ഗ്രഹമായിട്ട് കൂട്ടാറില്ല. ഗുളികന്റെ ജനനത്തെക്കുറിച്ചൊക്കെ ധാരാളം കഥകൾ നമ്മൾ കേട്ട് കാണും. അത് കേട്ടിരിക്കുന്നത് രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് ആണ് ഗുളികൻ ഉണ്ടാകുന്നത്. ശനിയുടെ പുത്രനാണ്. രാവണൻ നവഗ്രഹങ്ങളെയൊക്കെ തന്റെ കൽപ്പടവില് കമഴ്ത്തി കിടത്തി ചവിട്ടിക്കേറി നടക്കുകയും ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് എല്ലാ ഗ്രഹങ്ങളെയും അതാത് സ്ഥാനത്ത് നല്ല സൽസ്ഥാനത്ത് നിർത്തുകയൊക്കെ ചെയ്ത സമയത്ത് ശനി എന്ന് പറയുന്ന സൂത്രക്കാരൻ തന്റെ ശരീരത്തിൽ നിന്നൊരു ചെളി ഉരുട്ടി ഗുളിക രൂപത്തിലാക്കി ദുസ്ഥാനത്തേക്ക് വലിച്ചെറിയുകയും ആ ഗുളികൻ ആണ് ഇന്ദ്രജിത്തിന്റെ പതനത്തിന് കാരണമെന്ന് പിന്നീട് പുരാവൃത്ത രൂപത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗുളികനെ സംബന്ധിച്ചിടത്തോളം ഗുളിക ഭവനാധിപത്യം, ഗുളികൻ നിൽക്കുന്ന സ്ഥലം, ഇതെല്ലാം വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഗുളികൻ സാധാരണ രീതിയിൽ ഒരു ഗ്രഹനിലയില് 3 സ്ഥലത്ത് മാത്രമേ അവന് വേണ്ടപ്പെട്ട രീതിയിൽ ഗുണം തരാൻ സാധിക്കും. 3, 6, 11. അല്ലാതെ എവിടെ നിന്നാലും കുഴപ്പക്കാരാണ്. പ്രത്യേകിച്ച് അഷ്ടമത്തില്. ഗുളികൻ എന്ന് പറഞ്ഞാൽ എന്റെ ദൃഷ്ടിയിൽ ഞാൻ പറയുന്നത് മലിനതയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തില് മലിനതയുടെ പ്രതീകമാണ് ഗുളികൻ എന്നാണ് എന്റെ പക്ഷം. ഇതിൽ 2ൽ ഗുളികൻ വരുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇയാള് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ മേധാവിയായിരുന്നു, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. 2ൽ ഗുളികനാണ് ഇയാൾക്ക്. ഈ 2ൽ ഗുളികനുള്ള ആളുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലോകത്ത് ആരോടും യോജിക്കില്ല. അവരോട് മാത്രമേ യോജിക്കുള്ളൂ. മറ്റുള്ള ഒരാളോടും ഇവര് യോജിക്കില്ല. അവര് പറയുന്നതൊന്നും ഇവരനുസരിക്കില്ല. ഇവര് പറയുന്നതാണ് പ്രമാണം. രാത്രി പകലാണ്, കുതിരയ്ക്ക് 4 കൊമ്പുണ്ട്, ഇങ്ങനെ പല വിവരക്കേടുകൾ ഇവര് പറയുകയും അതിൽ പിടിച്ചു നിൽക്കുകയും അതിൽ സ്ഥാപിക്കുകയും അതെല്ലാം ശരിയാണെന്ന് അവർ സമർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ തന്നെ അവരെ ഏത് കാര്യത്തിലും, ഇപ്പൊ ഓഫീസ് കാര്യത്തിലായാലും മറ്റു കാര്യത്തിലാണെങ്കിലും അവര് പറയുന്നതാണ് ശരി എന്നുള്ളതായിരിക്കും അവരുടെ തിയറി. നമ്മുടെ കഥാപാത്രം അത്തരത്തിലുള്ള ഒരാളാണ്. മേലധികാരികളോട് യാതൊരു കാരണവശാലും വഴങ്ങാറില്ല. അപ്പോ പലതരത്തിലും റിപ്പോർട്ടുകൾ ചുവന്ന വഴി കയറി, സർവീസ് ബുക്ക് മോശമായി, ഇതൊക്കെ ആണെങ്കിലും ഇതിനെല്ലാം ഇദ്ദേഹം കേസ് കൊടുക്കും. സസ്പെൻഷനിലായി. അങ്ങനെ ജീവിതത്തില് ജോലിയിൽ പ്രവേശിച്ച് 3ാം വർഷം തന്നെ സർവീസിൽ നിന്ന് പുറത്തായി. പിന്നെ കേസോട് കേസ്. അവസാനം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 2 മാസം മുമ്പ് സ്വസ്ഥാനത്തേക്ക് അയാള് കോടതിയും കേസുമായി നടന്ന് തിരിച്ചു വന്ന് ജയിച്ചു വന്നു. ഇത് ഒരു 2ൽ ഗുളികനുള്ളവന്റെ സ്വഭാവമാണ്. 2ൽ ഗുളികനുള്ളവർക്ക് സാധാരണഗതിയില് വിക്ക്, കൊഞ്ഞപ്പ് അല്ലെങ്കിൽ സംസാരിക്കാൻ താമസം വരിക മുതലായ പ്രക്രിയകളും കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവര് നാക്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായി തീരും. ഇവ മഴ പെയ്യും, അല്ലെങ്കിൽ ഇവ ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരിക്കും, അതൊക്കെ സംഭവിക്കും. ഇവര് പറയുന്ന വാക്കുകളെല്ലാം കൊതിവാക്കുകളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അല്ലെങ്കിൽ വിക്ക്, കൊഞ്ഞപ്പ് മുതലായ സംഭവങ്ങൾ ഇവരുടെ സംസാരത്തിലുണ്ടാകാം. ഇതെല്ലാം ഗുളികന്റെ പ്രത്യേകതകളാണ്. 2ലെ ഗുളികൻ ആണ് ഇതിനെല്ലാം കാരണം. എന്നുവെച്ചാൽ 2 വാക്ശുദ്ധിയുടെയും വാക്കിന്റെയും സ്ഥലമാണ്. അവിടെ ഗുളികൻ കയറി നിന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പിടിവാശി, അനാവശ്യ തർക്കങ്ങൾ, ബഹളങ്ങൾ, കേസ് വഴക്കുകൾ, അതുപോലെ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവർ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കും. അവസാനം അവർ ജയിക്കാൻ വേണ്ടി അവസാനം വരെ പാടുപെടും. ചിലർ ജയിക്കും, ചിലർ തോൽക്കും, ചിലർ ഇത്തരത്തിലെ പിടിവാശി കൊണ്ട് പുളിയുറുമ്പിനെ പോലെ നശിക്കുകയും ചെയ്യും. ഇതാണ് ഗുളികന്റെ പ്രത്യേകത. ഗുളികനെ കുറിച്ച് വളരെ ചെറിയ ഒരു എപ്പിസോഡാണിത്. നീട്ടിപ്പരത്തി പറയാം, ഒരുപാട് കഥകൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഗുളികൻ എവിടെ നിന്നാലും അത് ഗുണമല്ല, ദോഷമാണ് തരുന്നത്. മറ്റ് ഗ്രഹങ്ങളെ കൂടി അത് ചീത്തയാക്കും. അതിന്റെ ദൃഷ്ടി ചെല്ലുന്ന സ്ഥലങ്ങൾ പോലും മോശമാകും. ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി മാത്രമാണ് ഇതിന് പരിഹാരം. ഗുളികൻ എവിടെ വന്നാലും വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നാൽ ഇവന്റെ ശക്തി ക്ഷയിച്ച് അവൻ ശക്തിയില്ലാത്തവനായി തീരും. അവന്റെ ഉപദ്രവം കുറയും.
ഇത് ഒരു വസ്തുതയാണ്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തില് ഇതുപോലെ നാനാതരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഒരുപാട് പിടിവാശിക്കാരും ദുർവാശിക്കാരും, അതുപോലെ അനാവശ്യ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ മുഷിപ്പിക്കുകയും, വാക്ക് അവർക്ക് തോക്കായിരിക്കും, വാക്കുകൊണ്ട് അവർ മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നു. അവർക്ക് സുഹൃത്തുക്കളില്ല, ഉള്ള സുഹൃത്തുക്കളെ അവർ വാക്കുകൊണ്ട് തല്ലി, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങളിൽ അത് വീണ് പുണ്ണായി തീർന്നിടും എന്ന് പറയുന്ന രീതിയിൽ ഇവരുടെ വാക്കാരുഷ്യം വളരെ ശക്തിയായിരിക്കും. ഇത്തരക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഈ എപ്പിസോഡ് ഓർക്കുക. വീണ്ടും നമുക്കിതുപോലെ രസകരമായ ഒരു സംഭവമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.